ശ്രീമൃഗ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. എന്ന് പറയുന്നത് ആജീവനാന്തകാലം സൗന്ദര്യവും ആരോഗ്യവും സൂക്ഷിക്കുന്ന കുറച്ച് നക്ഷത്രങ്ങളുണ്ട്. അവരെ പറ്റിയാണ്. എല്ലാവർക്കും അറിയാമല്ലോ, ഹെൽത്ത് ഈസ് വെൽത്ത്. അതിലേക്ക് മുന്നോട്ട് പോകുന്നവരാണ് അവർ. അവരിൽ ഈ 27 നക്ഷത്രങ്ങളിൽ അതിൽ തന്നെ ഉള്ളവരാണ്. 27 കുറച്ച്, അതിൽ തന്നെ കുറച്ച് നക്ഷത്രങ്ങൾ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നവരാണ്. അവർക്ക് ജീവിതാന്ത്യം വരെ നിലവിലുള്ള സൗന്ദര്യം അവർക്കുണ്ടായിരിക്കും. വെളി വെളുത്തിട്ടാണോ ചുണ്ട് ചുമന്നിട്ടാണോ അത് മാത്രമല്ലല്ലോ സൗന്ദര്യം. അത് കാത്തു സൂക്ഷിക്കുന്ന നക്ഷത്രങ്ങളാണ് ഈ പറയുന്നത്. ഒന്നാമത്തെ നക്ഷത്രം തിരുവാതിരയാണ്. അത് കഴിഞ്ഞുള്ളത് പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചതയം, ഉത്രട്ടാതി, ഭരണി. ഇത്രയും പേരാണ് ആരോഗ്യവും സൗന്ദര്യവും കാത്തു സൂക്ഷിക്കുന്നവർ. പുരുഷന്മാരെക്കാൾ സൗന്ദര്യബോധം കാത്തു സൂക്ഷിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. നമ്മൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമുണ്ടല്ലോ, വളരെ വേൾഡ് വൈഡ് ആയിട്ടുള്ള പ്രസിദ്ധമായ ഒരു കവിവാചകമാണ്. തിങ് ഓഫ് ബ്യൂട്ടി ഈസ് ജോയ് ഫോർ എവർ. അതാണ് അതിൻ്റെ ആന്തരിക അർത്ഥം കണ്ടോ. ജോയ് ഫോർ എവർ എന്നാണ്. തിങ് ഓഫ് ബ്യൂട്ടി ഈസ് ജോയ് ഫോർ എവർ. അതിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ഇത്. പറഞ്ഞു വരുമ്പോൾ ആദ്യത്തേത് ഭരണിയാണ്. ഭരണി കഴിഞ്ഞാണ് തിരുവാതിര. പക്ഷേ എങ്കിലും ഇതിൻ്റെ കാര്യം പറയുമ്പോൾ ഒന്നാമത്തേത് തിരുവാതിരയാണ്. അന്നുകൂടി പറഞ്ഞേക്കാം. പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചതയം, ഉത്രട്ടാതി. ഇവരെപ്പോഴും ഈ 2 കാര്യങ്ങൾ വളരെയേറെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. ധാരാളം ഭക്ഷിക്കുന്നവരും. ശരീരം സൂക്ഷിക്കുക എന്ന് പറയുന്നത് പ്രധാനം എണ്ണ തേക്കാതെയോ കൊണ്ട് എണ്ണ തേച്ച് കുളിക്കുക, തളി തേക്കുക, ഇതൊക്കെ പ്രധാനമായ ചടങ്ങുകളായിരുന്നു വീട്ടമ്മമാർക്ക്. കുട്ടികൾക്ക് ദേഹത്ത് എണ്ണയിടുക, തൊട്ടടുത്തുള്ള താളി മുതലായവ അരച്ചാണ് തലമുടിയിൽ പുരട്ടുക. സ്ത്രീകളായാലും അവരും ദിവസം വല്ലപ്പോഴും ഒക്കെ ദേഹത്ത് എണ്ണയിടുക, തലയിൽ എണ്ണ തേക്കുക. അത്തരത്തിലുള്ള യാതൊരു കൃത്രിമത്വവും ഇല്ലാതെ ചെമ്പരത്തി, താളി മുതലായവ ചേർത്ത് ഉണ്ടാക്കുന്ന കൂട്ടുകൊണ്ടാണ് അത് തലമുടി വരെ തേച്ചിരുന്നതും കുളിച്ചിരുന്നതൊക്കെ. അപ്പോൾ താളി തേച്ച് കുളിക്കുക എന്നത് അന്നത്തെ ഒരു ശൈലി തന്നെയായിരുന്നു. ആരോഗ്യ സംരക്ഷണത്തിനായി വീട്ടിനടുത്തുള്ള പല വസ്തുവകകൾ തന്നെയാണ് കെമിക്കലല്ലാത്ത അന്നത് ഉപയോഗിച്ചിരുന്നത്. അതൊന്നും മാർഗദർശകം തന്നെ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് കടപ്പാടുണ്ട്, നന്ദിയുണ്ട്. അതുകൊണ്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ഒരു കാര്യം പറഞ്ഞേക്കാൻ, ചിങ്ങത്തിൽ നിൽക്കുന്ന ശുക്രൻ കന്നിയിലേക്ക് പോകുന്നു. നീചരാശിയാണ് കന്നി. അദ്ദേഹം ചിങ്ങത്തിൽ നിന്ന് കന്നിയിലേക്ക് പോവുകയാണ്. അതാണ് അടുത്ത വീഡിയോ. എല്ലാവർക്കും കരിക്കത്തമ്മയുടെ പേരിൽ സന്തോഷം ഉണ്ടാകട്ടെ.